ഹായ് ഓൾ, PSC വിഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മുൻ LDC ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് 50-ൽ 35 മാർക്കാണ്. GK ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏതു താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ എ തേവാള, ഓപ്ഷൻ ബി അഗസ്തീശ്വരം, ഓപ്ഷൻ സി ഹോസ്ദുർഗ്, ഓപ്ഷൻ ഡി വിളവൻകോട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹോസ്ദുർഗ് ആണ്. ചോദ്യം 2, ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഓപ്ഷൻസ്: എ ദ ക്രോണിക്കിൾ, ബി ഇന്ത്യൻ എക്സ്പ്രസ്, സി ദ ഹിന്ദു, ഡി ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഉത്തരം ഓപ്ഷൻ ഡി ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ്. മൂന്നാമത്തെ ചോദ്യം, ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ്? ഓപ്ഷൻ എ ലക്ഷദ്വീപ്, ഓപ്ഷൻ ബി ആൻഡമാൻ നിക്കോബാർ, ഓപ്ഷൻ സി ഇന്തോനേഷ്യ, ഓപ്ഷൻ ഡി ശ്രീലങ്ക. ഉത്തരം ഓപ്ഷൻ ബി ആൻഡമാൻ നിക്കോബാർ. നാലാമത്തെ ചോദ്യം, ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 2014, ഓപ്ഷൻ ബി 2005, ഓപ്ഷൻ സി 2006, ഓപ്ഷൻ ഡി 2010. ഉത്തരം ഓപ്ഷൻ സി 2006 ആണ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം? അന്ന് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ജമ്മു കാശ്മീർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ജമ്മു കാശ്മീർ സംസ്ഥാനമല്ല. പിന്നെ ഈ നിയമങ്ങളിലും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് വിടാം. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത് ആര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ കുഞ്ഞപ്പി, ഓപ്ഷൻ ബി ബാഹുലേയൻ, ഓപ്ഷൻ സി ഗോവിന്ദ പണിക്കർ, ഓപ്ഷൻ ഡി KP കേശവമേനോൻ. ഉത്തരം ഓപ്ഷൻ ഡി KP കേശവമേനോൻ ആണ്. അടുത്ത ചോദ്യം, ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി ജാർഖണ്ഡ്, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ഉത്തരം ഓപ്ഷൻ ഡി രാജസ്ഥാൻ ആണ്. അടുത്ത ചോദ്യം അന്നത്തെ ഒരു കറണ്ട് അഫയർ ചോദ്യമായിരുന്നു. 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം? അന്നത്തെ ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്ത് ആയിരുന്നു. നിലവിൽ അങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 9ാമത്തെ ചോദ്യം, 2015-ലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ? ഓപ്ഷൻസ്: ആരാച്ചാർ, മനുഷ്യനൊരാമുഖം, തലമുറകൾ, ഒറോദ. ഉത്തരം ഓപ്ഷൻ എ ആരാച്ചാർ ആണ്. 10ാമത്തെ ചോദ്യം, ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ എ പേഷ്വ, ഓപ്ഷൻ ബി സുമന്ത്, ഓപ്ഷൻ സി അമാത്യൻ, ഓപ്ഷൻ ഡി സച്ചിവൻ. ഉത്തരം ഓപ്ഷൻ എ പേഷ്വ. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഓപ്ഷൻ എ അമൃത ഷേർഗിൽ, ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ സി നന്ദാലാൽ ബോസ്, ഓപ്ഷൻ ഡി രാജ രവിവർമ്മ. ഉത്തരം ഓപ്ഷൻ സി നന്ദാലാൽ ബോസ് ആണ്. അടുത്ത ചോദ്യം, ഹിതകാരണി സമാജം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻസ്: എ ആനി ബസന്റ്, ഓപ്ഷൻ ബി വീരേശലിംഗം, ഓപ്ഷൻ സി സ്വാമി ദയാനന്ദ, ഓപ്ഷൻ ഡി ജ്യോതിബ ഫുലെ. ഉത്തരം ഓപ്ഷൻ ബി വീരേശലിംഗമാണ്. നെക്സ്റ്റ് ചോദ്യം, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് ഈ വാക്കുകൾ? ഓപ്ഷൻ എ കഴ്സൺ പ്രഭു, ഓപ്ഷൻ ബി വാറൻ ഹേസ്റ്റിംഗ്, ഓപ്ഷൻ സി വില്യം ബെൻഡിക് പ്രഭു, ഓപ്ഷൻ ഡി മെക്കാളെ പ്രഭു. ഉത്തരം ഓപ്ഷൻ ഡി മെക്കാളെ പ്രഭു. അടുത്ത ചോദ്യം, ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാർ ഒപ്പിട്ട വർഷം? ഓപ്ഷൻസ്: 1972, 1948, 1969, 1966. ഉത്തരം ഓപ്ഷൻ ഡി 1966. ചോദ്യം 15, ഓങ് സാങ് സൂചി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി, ഓപ്ഷൻ ബി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ഓപ്ഷൻ സി റിപ്പബ്ലിക് ഓഫ് മ്യാൻമാർ, ഓപ്ഷൻ ഡി നാഷണൽ ലീഗ്. ഉത്തരം ഓപ്ഷൻ എ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. ചോദ്യം 16, ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം? ഓപ്ഷൻസ്: ചൈന, ഇറ്റലി, ഇസ്രായേൽ, ജപ്പാൻ. ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു, ഇസ്രായേൽ.
ചോദ്യം 17 സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ എ കക്കാട്, ഓപ്ഷൻ ബി മണിയാർ, ഓപ്ഷൻ സി കുറ്റ്യാടി, ഓപ്ഷൻ ഡി ഇടുക്കി. ഉത്തരം ഓപ്ഷൻ ബി മണിയാറാണ്. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം. ഓപ്ഷൻ എ ഹിതപരിശോധന, ഓപ്ഷൻ ബി ജനഹിത പരിശോധന, ഓപ്ഷൻ സി അഭിക്രമം, ഓപ്ഷൻ ഡി തിരിച്ചുവിളിക്കൽ. ഉത്തരം ഓപ്ഷൻ ബി ജനഹിത പരിശോധനയാണ്. നെക്സ്റ്റ് ചോദ്യം പഞ്ചവത്സര പദ്ധതിക്ക് അനുമതി നൽകുന്നത് ആരാണെന്ന്. ഓപ്ഷൻ എ പാർലമെൻറ്റ്, ഓപ്ഷൻ ബി പ്ലാനിംഗ് കമ്മീഷൻ, ഓപ്ഷൻ സി പ്രസിഡന്റ്, ഓപ്ഷൻ ഡി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഉത്തരം ഓപ്ഷൻ ഡി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. അടുത്ത ചോദ്യം ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ഓപ്ഷൻ എ ലക്കടവാല കമ്മിറ്റി, ഓപ്ഷൻ ബി കുമരപ്പ കമ്മിറ്റി, ഓപ്ഷൻ സി മൽഹോത്ര കമ്മിറ്റി, ഓപ്ഷൻ ഡി രാജാ ചെല്ലയ്യ കമ്മിറ്റി. ഉത്തരം ഓപ്ഷൻ സി മൽഹോത്ര കമ്മിറ്റി. അടുത്ത ചോദ്യം തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. ഓപ്ഷൻസ് ഓപ്ഷൻ എ ലിഗ്നൈറ്റ്, ഓപ്ഷൻ ബി ബോക്സൈറ്റ്, ഓപ്ഷൻ സി ചുണ്ണാമ്പുകല്ല്, ഓപ്ഷൻ ഡി സ്ഫടിക മണൽ. ഉത്തരം ഓപ്ഷൻ എ ലിഗ്നൈറ്റ് ആണ്. നെക്സ്റ്റ് ചോദ്യം നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ്. ഓപ്ഷൻ എ തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതി, ഓപ്ഷൻ ബി കോസി പദ്ധതി, ഓപ്ഷൻ സി ദാമോദർ നദീതട പദ്ധതി, ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി കോസി പദ്ധതിയാണ്. അടുത്ത ചോദ്യം പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം. ഓപ്ഷൻ എ മണിപ്പൂർ, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി കാശ്മീർ, ഓപ്ഷൻ ഡി ജുനഗഡ്. ഉത്തരം ഓപ്ഷൻ എ മണിപ്പൂരാണ്. അടുത്ത ചോദ്യം ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ്. ഓപ്ഷൻ എ ബിർള പദ്ധതി, ഓപ്ഷൻ ബി ജനകീയ പദ്ധതി, ഓപ്ഷൻ സി ഗാന്ധിയൻ പദ്ധതി, ഓപ്ഷൻ ഡി ബോംബെ പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി ബോംബെ പദ്ധതിയാണ്. 25ാമത്തെ ചോദ്യം കേരളത്തിലെ ജനസാന്ദ്രത എത്രയാണ്. ഉത്തരം ഓപ്ഷൻസ് ഓപ്ഷൻ എ 382, ഓപ്ഷൻ ബി 860, ഓപ്ഷൻ സി 819, ഓപ്ഷൻ ഡി 840. ഉത്തരം ഓപ്ഷൻ ബി 860 ആണ്. ഇത് 2011 സെൻസസ് പ്രകാരമാണ്. ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ടാവാം. അടുത്ത സെൻസസ് നടന്നാലേ നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭിക്കും. അടുത്തത് 26ാമത്തെ ചോദ്യം IFSC കോഡിന് എത്ര ഡിജിറ്റുകളുണ്ട്. ഈ ചോദ്യം ക്യാൻസൽ ചെയ്തൊരു ചോദ്യമായിരുന്നു. IFSC കോഡല്ല, IFSC കോഡാണ്. IFSC കോഡിലെ ഡിജിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആൽഫ ന്യൂമറിക് ഡിജിറ്റുകളാണ്. അത് ടോട്ടൽ 11 എണ്ണമാണുള്ളത്. ഓപ്ഷൻ സി 11 ആണ്. IFSC കോഡിൽ ആകെ 11 ആൽഫ ന്യൂമറിക് കോഡുകളുണ്ട്. അതായത് ആൽഫബറ്റും നമ്പേഴ്സുമായിട്ട് ആകെ 11 കോഡുകളാണ് IFSC കോഡിലുള്ളത്. 27ാമത്തെ ചോദ്യം കേരള നിയമസഭയിൽ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഒഴിവാക്കാം, കാരണം നിലവിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളൊന്നുമില്ല. അപ്പോൾ അടുത്ത ചോദ്യം 28ാമത്തെ ചോദ്യം മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം. ഓപ്ഷൻ എ 1658, ഓപ്ഷൻ ബി 1745, ഓപ്ഷൻ സി 1568, ഓപ്ഷൻ ഡി 1468. ഉത്തരം ഓപ്ഷൻ സി 1568 ആണ്. 29ാമത്തെ ചോദ്യം ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. ഓപ്ഷൻ എ 243, ഓപ്ഷൻ ബി 330, ഓപ്ഷൻ സി 332, ഓപ്ഷൻ ഡി 46. ഉത്തരം ഓപ്ഷൻ ബി 330 ആണ്. 30ാമത്തെ ചോദ്യം ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആര്. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏത്. ഓപ്ഷൻ എ ആസ്ട്രോസാറ്റ്, ഓപ്ഷൻ ബി HUSAT, ഓപ്ഷൻ സി കോസ്മോസാറ്റ്, ഓപ്ഷൻ ഡി GSAT 15. ഉത്തരം ഓപ്ഷൻ എ ആസ്ട്രോസാറ്റ് ആണ്. അടുത്ത ചോദ്യം ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണെന്നാണ്. ഓപ്ഷൻ എ ചാൾസ് നിയമം, ഓപ്ഷൻ ബി ജൂൾ നിയമം, ഓപ്ഷൻ സി അവഗാഡ്രോ നിയമം, ഓപ്ഷൻ ഡി ബോയിൽ നിയമം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബോയിൽ നിയമമാണ് ഇതിന് കാരണം. 33ാമത്തെ ചോദ്യം ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്. ഓപ്ഷൻ എ അപവർത്തനം, ഓപ്ഷൻ ബി പ്രതിഫലനം, ഓപ്ഷൻ സി വിസരണം, ഓപ്ഷൻ ഡി പൂർണ്ണാന്തരിക പ്രതിഫലനം. ഉത്തരം ഓപ്ഷൻ സി ആണ്, വിസരണമാണ് ഇതിന് കാരണം. നെക്സ്റ്റ് ചോദ്യം
300 K താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകി. ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജലം 301 കെൽവിൻ, വെളിച്ചെണ്ണ 301 കെൽവിൻ. ഓപ്ഷൻ ബി ജലം 302 കെൽവിൻ, വെളിച്ചെണ്ണ 302 കെൽവിൻ. ഓപ്ഷൻ സി ജലം 301 കെൽവിൻ, വെളിച്ചെണ്ണ 302 കെൽവിൻ. ഓപ്ഷൻ ഡി ജലം 302 കെൽവിൻ, വെളിച്ചെണ്ണ 301 കെൽവിൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്. ജലം 301 കെൽവിൻ, വെളിച്ചെണ്ണ 302 കെൽവിൻ. അടുത്ത ചോദ്യം: വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിന്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ എ വായു, ജലം, ഇരുമ്പ്. ഓപ്ഷൻ ബി വായു, ഇരുമ്പ്, ജലം. ഓപ്ഷൻ സി ജലം, വായു, ഇരുമ്പ്. ഓപ്ഷൻ ഡി ഇരുമ്പ്, വായു, ജലം. ഉത്തരം ഓപ്ഷൻ എ ആണ്. വായു, ജലം, ഇരുമ്പാണ്. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? മൂലകങ്ങളുടെ പ്രതീകങ്ങൾ യഥാർത്ഥമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കുക. നമുക്കറിയാം സെയിം അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അവിടെ അറ്റോമിക് നമ്പർ രണ്ടിടത്തും 6 തന്നെയാണ്, വ്യത്യസ്ത മാസ് നമ്പറാണ്. മാസ് നമ്പർ 12ഉം 14ഉമാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി. ഇനി 37ാമത്തെ ചോദ്യം: 3 ഗ്ലൂക്കോസ് C6H12O6 തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? അപ്പോൾ ഇതിൽ എല്ലാം കൂടി കൂട്ടിയാൽ 6, 12, 6 ഇതെല്ലാം കൂടി കൂട്ടിയാൽ 24 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 3 ഗ്ലൂക്കോസ് തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ 24 × 3 72 എന്ന ഉത്തരം കിട്ടും. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരം. 38ാമത്തെ ചോദ്യം: മീഥെയ്ൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ബയോഗ്യാസിലെ മുഖ്യ ഘടകം. ഓപ്ഷൻ ബി പാചകവാതകത്തിലെ പ്രധാന ഘടകം. ഓപ്ഷൻ സി മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം. ഓപ്ഷൻ ഡി പ്രകൃതി വാതകങ്ങളിലെ പ്രധാന ഘടകം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പാചകവാതകത്തിലെ പ്രധാന ഘടകം എന്നുള്ളതാണ് യോജിക്കാത്ത പ്രസ്താവന. ബാക്കി മൂന്നും മീഥെയ്ൻ എന്ന വാതകത്തിന് യോജിക്കുന്ന പ്രസ്താവനകളാണ്. 39ാമത്തെ ചോദ്യം: ഒരാറ്റത്തിന്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ് 8, 16, 32, 24. ഉത്തരം ഓപ്ഷൻ സി 32 ആണ്. അടുത്ത ചോദ്യം: നെക്സ്റ്റ് ചോദ്യം: വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേര്. ഓപ്ഷൻ എ സമ്പർക്ക പ്രക്രിയ. ഓപ്ഷൻ ബി ഹേബർ പ്രക്രിയ. ഓപ്ഷൻ സി ഹാൾ ഹെറോൾഡ് പ്രക്രിയ. ഓപ്ഷൻ ഡി ബെയർ പ്രക്രിയ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹേബർ പ്രക്രിയ. അടുത്ത ചോദ്യം: മനുഷ്യന്റെ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ആകെ എണ്ണം. നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ ബി. വനങ്ങളില്ലാത്ത കേരളത്തിലെ ഏക ജില്ല. അന്നത്തെ ഉത്തരം ഓപ്ഷൻ ബി ആലപ്പുഴയാണ്. പക്ഷേ നിലവിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വനമുണ്ട്. 43ാമത്തെ ചോദ്യം: സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ വാതപ്പനി. ഓപ്ഷൻ ബി ആസ്മ. ഓപ്ഷൻ സി അലർജി. ഓപ്ഷൻ ഡി ടെറ്റനി. ഉത്തരം ഓപ്ഷൻ എ ആണ്, വാതപ്പനിയാണ്. 44ാമത്തെ ചോദ്യം: കേരളത്തിലെ നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: കോട്ടയം, പന്നിയൂർ, പട്ടാമ്പി, കാസർഗോഡ്. ഉത്തരം ഓപ്ഷൻ സി പട്ടാമ്പിയാണ്. നെക്സ്റ്റ് ചോദ്യം: ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻസ്: പീയൂഷ ഗ്രന്ഥി. ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥി. ഓപ്ഷൻ സി തൈമസ് ഗ്രന്ഥി. ഓപ്ഷൻ ഡി ആഗ്നേയ ഗ്രന്ഥി. ഉത്തരം ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥിയാണ്. അടുത്ത ചോദ്യം: കേരള ഗവൺമെന്റ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേര്. ഓപ്ഷൻ എ അക്ഷയ. ഓപ്ഷൻ ബി ആരോഗ്യ കിരൺ. ഓപ്ഷൻ സി സുഹൃതം. ഓപ്ഷൻ ഡി കാരുണ്യ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാരുണ്യയാണ്. നെക്സ്റ്റ് ചോദ്യം: 47ാമത്തെ ചോദ്യം: വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത്? ഓപ്ഷൻസ്: ആഗോളതാപനം. ഓപ്ഷൻ ബി കാലാവസ്ഥാ വ്യതിയാനം. ഓപ്ഷൻ സി ജല ദൗർലഭ്യം. ഓപ്ഷൻ ഡി കൃഷിനാശം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആഗോളതാപനം. 48 ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ഉത്തരമല്ല. ഓപ്ഷൻസ്: പിള്ളവാതം, ക്ഷയം, ക്യാൻസർ, ടെറ്റനസ്. ഉത്തരം നമുക്കറിയാം, ഓപ്ഷൻ സി ക്യാൻസർ ആണ്. 49ാമത്തെ ചോദ്യം: വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത്? ഓപ്ഷൻസ്: സിറോഫ്താൽമിയ, മരാസ്മസ്, കണ, ക്വാഷിയോർക്കർ. ഉത്തരം ഓപ്ഷൻ സി ആണ്, കണയാണ്. കണ അഥവാ റിക്കറ്റ്സ്. ചോദ്യം 50 മലമ്പനിക്ക് കാരണമാകുന്ന രോഗകാരി ഏത്?
ഓപ്ഷൻസ് പ്ലാസ്മോഡിയം, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഫംഗസ്, ഓപ്ഷൻ ഡി ബാക്ടീരിയ. ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്ലാസ്മോഡിയം ആണ്. അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞത് 35 മാർക്കാണ്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.